റായൻ കണ്ട് എൻ്റെ പൊന്ന് ജാതി പടം ഒരു രക്ഷയില്ല. ധനുഷ് അമ്മാരി പണിയെടുത്തിട്ടുണ്ട്. ഡയറക്ഷനിലായിക്കോട്ടെ, ആക്ടിങ്ങിലായിക്കോട്ടെ, വേറെ 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 ലെവല് സാധനം. തീപ്പൊരി ഐറ്റമാണ്. ലൈക്ക് എന്താ പറയാ, ആ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാലും ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ എല്ലാം ജസ്റ്റിഫൈ ആവും. കുറച്ച് പ്രശ്നങ്ങളുണ്ട് അവിടെ വഴി പറയാം. പക്ഷെ ഓൾ ടുഗദർ നോക്കുമ്പോൾ ഇതൊന്നും വിഷയമല്ല. കാരണം നമ്മളങ്ങോട്ട് ഒരു ബോട്ടിൽ കയറി ഇങ്ങനെ ഒരു യാത്ര പോണ പോലെയാണ്. അങ്ങനെ ആ, തിരയിലൂടെ പൊങ്ങി നിന്നാന്ന് അങ്ങനെ പോവും. കാരണം ഇതില് ഇടയ്ക്കിടയ്ക്ക് ഹൈ മൂവ്മെന്റ്സ് വരുന്നത് നമ്മളെ എക്സ്പെക്ട് ചെയ്യില്ല. നമ്മള് ആദ്യം തന്നെ വിചാരിക്കും ഇപ്പൊ എപ്പോഴാടാ ഈ അടി വരണെന്നൊക്കെ. പക്ഷെ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലും ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മള് ആ ധനുഷിന്റെ ആ ഇൻട്രോ തന്നെ ഭയങ്കര പ്ലെയിൻ ആയിരുന്നു. നമ്മൾ അറിയണേ ഇല്ല ധനുഷ് സ്ക്രീനിൽ വന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിയലൈസ് ചെയ്യണ തന്നെ. ഓ, ധനുഷ് ഉണ്ടില്ലേ സ്ക്രീനിൽ. പക്ഷെ പിന്നെ പുള്ളി അങ്ങോട്ട് തിയേറ്റർ അങ്ങോട്ട് കയ്യിലെടുക്കും. അതിന് ശേഷം വരുന്ന ഓരോ സീന്, അതായത് ഇന്റർവെല്ലിന് തൊട്ട് മുമ്പാണ് ഇതിന്റെ മെയിൻ ഹൈ മൂമെന്റ് ക്രിയേറ്റ് ആണ്. പക്ഷെ അവിടേക്ക് എത്തുന്നത് ഗ്രാജുവൽ ആയിട്ടാണ്. അത് നമ്മൾ സാധാരണ ഒരു ഹീറോ ഇൻട്രോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മാസ് കാണിച്ചിട്ടുള്ള ആ സംഭവമല്ല എക്സ്പെക്ട് ചെയ്യണത്. ഇത് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ ആണ്. പക്ഷെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പടം കയറി. ഈ പടത്തിന്റെ ഒരു 50-60% മഴയിലായിരിക്കും. ഈ ഒരു ആംബിയൻസ് ആണ് നിങ്ങൾക്ക് പടം മൊത്തം കാണാൻ പറ്റണത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് ധനുഷിന്റെ സിസ്റ്ററായിട്ട് വരുന്ന തുഷാര. പുള്ളിക്കാലത്ത് വേറെ ലെവൽ ആക്ടിങ് ആയിരുന്നു. ഒരു ഗജഗംഭീര പെർഫോമൻസ് ആണ്. ടുവേർഡ്സ് എൻ്റെ ഒക്കെ 2-3 സീനുണ്ട്. ആ ഒരു ഹോസ്പിറ്റലിലെ സീനും പിന്നെ ഒരാളിനെ തട്ടണ ആ ഒരു സീനും വെരി വെൽ എക്സിക്യൂട്ടഡ്. പിന്നെ എനിക്ക് ഇതിൽ പ്രശ്നമായിട്ട് തോന്നിയത് അപർണ ബാലമുരളിയുടെ കാസ്റ്റിംഗ് ആണ്. എനിക്കെന്തോ അവന്റെ പെയർ മാച്ചിങ് ആയിട്ട് തോന്നില്ല. ഒരു അക്ക തമ്പി ആ ഒരു റിലേഷനിലാണെങ്കിൽ പിന്നെയും നമുക്ക് ജസ്റ്റിഫൈ അല്ല, നമുക്കൊരു കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇത് ലവറായിട്ട്, ഐ മീൻ, ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്. ബട്ട് അതൊക്കെ ഒരാൾക്കാരുടെ ചോയ്സാണ്. ബട്ട് എനിക്ക് ആക്ടിങ്ങിലൊന്നും പ്രശ്നമില്ല. അവർ സുദീപ് കിഷൻ ആയാലും അപർണയായാലും ദേ ആർ എക്സ്ട്രാ ഓർഡിനറി. ആക്ടിങ്ങിന്റെ സെൻസ് അല്ല, ഞാൻ അവന്റെ കാസ്റ്റിംഗ്, ആ ഒരു സ്റ്റോറിയിൽ അവന്റെ ആ ഒരു ക്യാരക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻ എനിക്ക് അങ്ങനെ വർക്കായില്ല. പിന്നെ ലാസ്റ്റും ക്ലൈമാക്സ് അപർണ ചെയ്ത ഒരു ആക്റ്റും എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റണില്ല. ബാക്കിയെല്ലാം കിണ്ണം കാച്ചി ഐറ്റമാണ്. ആക്ഷനൊക്കെ വേറെ ലെവൽ. നിങ്ങൾ എന്തായാലും മസ്റ്റ് വാച്ച് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. നേരമാനം മീൻസ് വലുതായിട്ടൊന്നുമില്ല. ട്രെയിലർ കാണിച്ച ഒരു പോർഷൻ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. ബാക്കിയൊന്നും അത്രയ്ക്ക് ഉണ്ടായില്ല. എനിവേ വർത്ത് വൈൽ വാച്ചിങ് ആണ്. കാണാത്തവർ കാണും.